നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ജസ്ന കേസ് അവസാനിപ്പിച്ച് കുറ്റപത്രം സമർപ്പിച്ചിട്ടും ഇതാ വീണ്ടും വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് മുൻ ക്രൈംബ്രാഞ്ച് SP KG സൈമൺ. കൃത്യമായി ആസൂത്രണം നടത്തിയ ശേഷമാണ് ജസ്ന വീട്ടിൽ നിന്നും പോയതെന്ന് മുൻ ക്രൈംബ്രാഞ്ച് SP പറഞ്ഞു. 2018 എരുമേലിയിൽ നിന്നും ജസ്നയെ കാണാതായതിനെ തുടർന്ന് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും CBIയും കേസ് അന്വേഷിച്ചുവെങ്കിലും ജസ്നയെ കണ്ടെത്താനായില്ല എന്നത് CBI റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്ന് ജസ്നയുടെ പിതാവിനോട് നേരിട്ട് ഹാജരായി തടസ്സവാദങ്ങൾ ഉണ്ടെങ്കിൽ ഉന്നയിക്കാൻ CJM കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ജസ്നയ്ക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുവാനുള്ള ചില കാരണങ്ങളുണ്ട്, അതിനെക്കുറിച്ച് സംശയങ്ങളുമുണ്ട്. അതിൽ തെളിവുകൾ ലഭിച്ചാൽ പുറത്തു പറയാൻ കഴിയുകയുള്ളൂ. അതിൽ അന്വേഷണ സംഘത്തിന് എത്താൻ കഴിയണം. ജസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ കുടുംബ പ്രശ്നമല്ല, ജസ്നയ്ക്ക് പ്രേമബന്ധം ഉണ്ടായിരുന്നില്ല. തിരോധാനത്തിലേക്ക് നയിച്ച കാരണങ്ങളെ സംബന്ധിച്ച് CBIക്കും വിവരങ്ങളുണ്ട്. അതിനെ പിന്തുടർന്നവർ കേസ് തെളിയിക്കുവാനാണ് ശ്രമിക്കുന്നത്. കേസിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുമുണ്ട്. കോവിഡ് സമയത്ത് തമിഴ്നാട്ടിൽ ജസ്നയെ കണ്ടതായുള്ള വാദങ്ങൾ ശരിയല്ല എന്നും KG സൈമൺ പറഞ്ഞു. ജസ്നയുടെ പിതാവിന്റെ ജോലിക്കാരന്റെ സ്ഥലം തമിഴ്നാടാണ്. അവിടെ നിന്നും കോളുകൾ വന്നിട്ടുണ്ട്. ജസ്ന തമിഴ്നാട്ടിലെ ജോലിക്കാരന്റെ വീട്ടിൽ കുടുംബമായി പോയിട്ടുണ്ട്. ഇരു കുടുംബങ്ങളും തമ്മിൽ ബന്ധവുമുണ്ട്. ഈ സന്ദർശനങ്ങൾക്ക് തിരോധാനവുമായി ബന്ധമില്ല. 8 മാസമേ കേസ് അന്വേഷിക്കാൻ കഴിഞ്ഞുള്ളൂ. കേസ് CBIക്ക് തെളിയിക്കാൻ ആകുമെന്നാണ് വിശ്വാസമെന്നും KG സൈമൺ പറഞ്ഞു. ജസ്ന വീട്ടിൽ നിന്നും പോയപ്പോൾ മുതൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം പരിശോധിച്ചതായി KG സൈമൺ പറഞ്ഞിരുന്നു. വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അന്വേഷിച്ചത്, ബാക്കിയെല്ലാം വിട്ടുകളഞ്ഞു. ലോക്കൽ പോലീസിന്റെ സംശയങ്ങൾ ക്രൈംബ്രാഞ്ചും പരിശോധിച്ചു. ജസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ മത തീവ്രവാദ ബന്ധമുണ്ടോ എന്നും നോക്കി. അതിനുള്ള തെളിവുകൾ ലഭിച്ചില്ല. ജസ്ന സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. ആരും നിർബന്ധിച്ച് കൊണ്ടുപോയതുമല്ല. ഫോണില്ലാതെയാണ് ജസ്ന വീട്ടിൽ നിന്നും പോയത്. വീട്ടിൽ നിന്നും ഓട്ടോയിൽ കയറി പോകുമ്പോൾ ബന്ധുവിനെ കണ്ട് ഓട്ടോയിൽ സീറ്റിൽ പുറകിലേക്ക് മാറി. പിതാവിനെയോ ബന്ധുക്കളെയോ ക്രൈംബ്രാഞ്ച് സംശയിച്ചിട്ടില്ല. അത്തരം ആരോപണങ്ങൾ ശരിയല്ല എന്നും അദ്ദേഹം പറഞ്ഞു. തിരോധാനത്തിൽ പിതാവിന് ബന്ധമില്ലെന്നും കണ്ടെത്തി. ജസ്നയോട് ഫോണിൽ സംസാരിച്ച കൂട്ടുകാരെയും അവരുടെ കൂട്ടുകാരെയും ബന്ധുക്കളെയും ചോദ്യം ചെയ്തു. ഫോൺ രേഖകൾ പരിശോധിച്ചു. ജസ്നയുടെ ഫോണിലേക്ക് വന്ന കോളുകളുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ പരിശോധിച്ചു. ചില കോളുകളിൽ സംശയമുണ്ടായിരുന്നു, അത് ദൂരീകരിക്കേണ്ടതുണ്ട്. ഏറ്റവും അവസാനം വിളിച്ചത് അച്ഛന്റെ സഹോദരിയെയാണ്. 2018 മാർച്ച് 22-നാണ് ജസ്നയെ കാണാനില്ലെന്ന് കാട്ടി പിതാവ് എരുമേലി പോലീസിൽ തൊട്ടടുത്തുള്ള ദിവസം വെച്ചിച്ചിറ സ്റ്റേഷനിലും പരാതി നൽകിയത്. 4-ാം ദിവസമാണ് പോലീസ് കേസ് അന്വേഷണം ആരംഭിച്ചത്. പിന്നീട് തിരുവല്ല DYSPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. 2 ആഴ്ച ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും ഒരു വിവരവും ലഭിച്ചില്ല. ജസ്നയെ കണ്ടെത്തുവാൻ 4000-ഓളം മൊബൈൽ നമ്പറുകൾ പോലീസ് പരിശോധിച്ചു. കൂട്ടുകാർക്കിടയിൽ അന്വേഷണം നടത്തി. കാണാതായ ദിവസം ജസ്നയെ 16 തവണ വിളിച്ച സുഹൃത്തിനെ പല തവണ ചോദ്യം ചെയ്തു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ജസ്ന പോയ സ്ഥലങ്ങളിലെല്ലാം ജസ്നയെ കണ്ടതായി വിവരം ലഭിച്ച സ്ഥലങ്ങളിലും പരിശോധന നടത്തി. 2018 മാർച്ച് 27-ന് അന്നത്തെ IG മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ DGP നിയമിച്ചു. പത്തനംതിട്ട SP ഓപ്പറേഷൻ ഹെഡും തിരുവല്ല DYSP മുഖ്യ അന്വേഷണ ഓഫീസറുമായ 35 അംഗ ടീമാണ് രൂപീകരിച്ചത്. 1 വർഷമായിട്ടും ജസ്നയെ കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് നാട്ടിൽ പ്രതിഷേധം ശക്തമായപ്പോൾ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം ഏറ്റെടുത്തു. അവർക്കും ജസ്നയെ കണ്ടെത്താനായില്ല. തുടർന്ന് അന്വേഷണം CBIക്ക് കൈമാറിയെന്നും ജസ്ന എരുമേലി വരെ എത്തിയതിന് സാക്ഷികളുണ്ടെന്നും ജസ്നയെ അവസാനമായി കണ്ടത് ചാത്തൻതറ കോട്ടയം റൂട്ടിൽ ഓടുന്ന ബസ്സിലാണെന്നും വിവരം ലഭിച്ചു. രാവിലെ 9:15-ന് ചാത്തൻതറയിൽ നിന്നും പുറപ്പെട്ട ബസ്സിൽ മുക്കുത്തറയിൽ നിന്നുമാണ് ജസ്ന കയറിയത്. അവിടെ നിന്നും 6 കിലോമീറ്റർ അകലെ എരുമേലി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. പിന്നീട് ജസ്ന മുണ്ടക്കയം ബസ്സിൽ കയറി പുഞ്ചവയലിലെ ബന്ധുവീട്ടിലേക്ക് പോയതായി പറയപ്പെടുന്നു. ഇതിനും സ്ഥിരീകരണമില്ല. അവിടെ നിന്നും എവിടേക്ക് മറിഞ്ഞെന്ന് ആർക്കും അറിയില്ല. 2018 മാർച്ച് 22-ന് മുണ്ടക്കയം പുഞ്ചവയലിലെ പിതൃ സഹോദരിയുടെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞാണ് ജസ്ന വീട്ടിൽ നിന്നും ഇറങ്ങിയത്. മുണ്ടക്കയം കണ്ണമയിലെ ഒരു ബാങ്കിൽ CCTV ദൃശ്യം ഇതിന് തെളിവാണ്. ശിവഗംഗ എന്ന ബസ്സിൽ ജസ്ന ഇരിക്കുന്നതിന്റെ ചിത്രം ബന്ധുക്കളും അന്വേഷണ സംഘത്തിനും അന്നും കൈമാറിയിരുന്നു. ഇന്നും ജസ്നയെ കണ്ടെത്താനായിട്ടില്ല എന്നത് ഒരു വേദനയാക്കുന്നു.